മാർക്കറ്റിലെ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ നിന്ന് മാറി ഒരു ബിസിനസിനുള്ളിലെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സീരീസിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സെക്ടറിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ആ മാറ്റത്തിന്റെ ഒരു സ്പാർക്ക് ഇന്ത്യൻ റോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു ചെറിയ മൂളൽ അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമാണ് എന്ന് പറയാതെ വയ്യ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ വളർച്ചയല്ല, ഒരു ബിഗ് ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ മാർക്കറ്റ് $100 ബില്യൺ മുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് റഷിൽ ആരായിരിക്കും യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത്? നാളെ വാങ്ങാൻ പോകുന്ന ഒരു കാറിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ എക്കണോമിയിലും സിറ്റികളിലും നമ്മുടെ എല്ലാം ഭാവിയിലും ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതിയ പ്ലേയേഴ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാൾ സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇന്ത്യൻ ഓട്ടോ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ മാരുതി, ഹുണ്ടായി തുടങ്ങിയ പേരുകളൊക്കെ ആവും നമ്മുടെ ഓർമ്മയിൽ ആദ്യം എത്തുക. പെട്രോൾ ഡീസൽ മാർക്കറ്റിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരൊക്കെയാണ് അവർ. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവരെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ വിപ്ലവം എന്നതൊരു പഴയ കളിക്കാർ അവരുടെ നിലവിലുള്ള കാറുകളിൽ ഒരു ബാറ്ററി വെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇതൊരു പുതിയ സ്ട്രാറ്റജിക് ഗെയിമാണ്. നമ്മൾ നോക്കുന്നത് മറ്റൊരു കൂട്ടം കമ്പനികളെയാണ്. ചിലർ പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന പഴയ ഭീമന്മാർ തന്നെയാണ്. മറ്റു ചിലർ പുതിയ കളിക്കാർ. ഈ ഒരു മാർക്കറ്റിൽ വെറുതെ പങ്കെടുക്കുകയല്ല, മറിച്ച് പുതിയ തന്ത്രങ്ങളും ബദൽ പരിഹാരങ്ങളും ഉപയോഗിച്ച് അതിനെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാവുന്നത്? ഇതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗവൺമെന്റിന്റെ തുടർച്ചയായിട്ടുള്ള പോളിസികൾ. 2024 മാർച്ചിൽ ഫെയിം 2 സ്കീം തീർന്നതിന് ശേഷം ഗവൺമെന്റ് പിന്നോട്ട് പോയില്ല. പകരം ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം, PM ഡ്രൈവ് സ്കീം, അതൊക്കെ പോലെയുള്ള പുതിയ സ്കീമുകൾ കൊണ്ടുവന്നു. ഇവ പ്രധാനമായിട്ടും 2 വീലർ 3 വീലർ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നിവയുടെ ഇലക്ട്രിഫിക്കേഷനിലേക്കാണ് ഫോക്കസ് ചെയ്തത്. ഇതിന് കൂടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, അതായത് PLI സ്കീം, വാഹനങ്ങളുടെ മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ബാറ്ററികൾ വരെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് സഹായിച്ചു. രണ്ടാമത്തെ കാര്യം പെട്രോൾ ഡീസൽ വില. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ തവണ പമ്പിൽ പോകുമ്പോഴും നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറാനുള്ള ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തേത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതൽ സ്മാർട്ട് ആയിട്ടുണ്ട്. റേഞ്ചിന്റെയും പെർഫോമൻസിനെയും കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തതോടെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ നോക്കിയാൽ വ്യക്തമാവും ഇന്ത്യയിലെ സെയിൽസ് വർഷാവർഷം വലിയ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പ്രധാനപ്പെട്ട റിസർച്ച് സ്ഥാപനങ്ങളെല്ലാം 2030 വരെ ഏകദേശം 40% കൂടുതൽ വാർഷിക വളർച്ച പ്രവചിക്കുന്നു. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മാറ്റത്തിന് മുന്നിൽ നിൽക്കുന്ന 4 മത്സരാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ്, വിപണിയിലെ രാജാവ്. EVകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് ടാറ്റയുടെ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നേരത്തെ എത്തിയവർ മാത്രമല്ല, നല്ല കാഴ്ചപ്പാടുള്ളവരായിരുന്നു. കോമ്പറ്റീഷന് ആരുമില്ലാത്ത സമയത്ത് കളത്തിലിറങ്ങി. ആ മാർക്കറ്റ് തന്നെ അവരാണ് ഉണ്ടാക്കിയത് എന്ന് പറയാം. വർഷങ്ങളോളം 70% കൂടുതൽ മാർക്കറ്റ് ഷെയറും ടാറ്റ മോട്ടോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നു. അവരുടെ സ്ട്രാറ്റജി വളരെ ലളിതമായിരുന്നു, വളരെ മികച്ചതായിരുന്നു. ഇന്ത്യക്കാർക്ക് ഓൾറെഡി ഇഷ്ടമുള്ള എന്നാൽ വിശ്വാസമുള്ള നെക്സോൺ എന്ന പേരിനെ ഇലക്ട്രിക് ആക്കി നെക്സോൺ EV ഒരു ഐക്കണാക്കി മാറ്റി. ഒരു കോമ്പാക്റ്റഡ് SUV ആയിട്ടാണ് തുടക്കം. റേഞ്ച്, സേഫ്റ്റി തുടങ്ങിയ പ്രധാന ആശങ്കകളെല്ലാം പരിഹരിച്ച് ടാറ്റ ശക്തമായിട്ടുള്ള ബ്രാൻഡ് പിന്തുണയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പഴയ രാജാവിന് പ്രതാപത്തിൽ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ മാർക്കറ്റ് വളർന്നപ്പോൾ പുതിയ വെല്ലുവിളികൾ വന്നു, കോമ്പറ്റീറ്റർ വന്നു, അവരുടെ മാർക്കറ്റ് ഷെയർ കുറയുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം 40% വരെ കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ മോഡലുകൾ ഇറക്കി, താങ്ങാനാവുന്ന ടിയാഗോ EV അവർ ലോഞ്ച് ചെയ്തു. അങ്ങനെ ഇലക്ട്രിക് മൊബിലിറ്റി ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാനും ടാറ്റയ്ക്ക് കഴിഞ്ഞു. സുരക്ഷയ്ക്കും ഡിസൈനും പേരുകേട്ട മോഡലിനെ ഇലക്ട്രിക് ആക്കിയ മറ്റൊരു നീക്കം ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. ഇപ്പോൾ ഹാരിയർ EV പോലെയുള്ള വണ്ടികളിലൂടെ അവർ പ്രീമിയം മാർക്കറ്റിലേക്ക് കൂടി കയറുകയാണ്. അപ്പോൾ ടാറ്റയുടെ മുൻതൂക്കം അവർ ആദ്യം വന്നു എന്നത് മാത്രമല്ല, ഇന്ത്യൻ ഉപഭോക്താവിനെ കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള അറിവ്, പലതരം വിലയിലുള്ള പ്രോഡക്റ്റ് ലൈൻ, പിന്നെ പുതിയ കളിക്കാർക്ക് സ്വപ്നം കാണാൻ മാത്രം സാധിക്കുന്ന വലിയ സെയിൽസ് നെറ്റ്വർക്ക്, ഇവയൊക്കെയാണ് 2,50,000 EV സെയിൽസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട് മുന്നോട്ട് പോകാൻ അവരെ സഹായിച്ചത്. രണ്ടാമത്തെ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ ഏത് ദുർഘടമായിട്ടുള്ള റോഡുകളിലൂടെയും ഓടുന്ന SUVകളുടെ രാജാവായിരുന്നു മഹീന്ദ്ര. EVയുടെ ആദ്യത്തെ തരംഗത്തിൽ അവർ വളരെ നിശബ്ദരായിരുന്നു. പക്ഷേ ഈ വിപ്ലവം അവർക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് തോന്നിയ സമയത്താണ് ഒരു കിടിലൻ എൻട്രിയുമായിട്ട് അവർ വന്നത്. മഹീന്ദ്രയുടെ തിരിച്ചുവരവിന്റെ സ്ട്രാറ്റജി അവരുടെ പ്രധാന കരുത്തിൽ തന്നെയാണ് SUVകൾ. എല്ലാവർക്കുമായിട്ട് എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ഏറ്റവും ശക്തിയുള്ള സെഗ്മെന്റിനെ ഇലക്ട്രിക് ആക്കുകയാണ് അവർ ചെയ്തത്. അതിവേഗത്തിലായിരുന്നു ഫിനാൻഷ്യൽ ഇയർ 26 കമ്പനിയുടെ സെയിൽസ്. 407% വർധനവാണ് കമ്പനിയുടെ സെയിൽസ് രേഖപ്പെടുത്തിയത്. XEV BE സീരീസ് പോലെയുള്ള പുതിയ ബോൺ ഇലക്ട്രിക് ലൈനപ്പിലൂടെ അവർ തങ്ങളുടെ മോഡലുകളുടെ ബ്രാൻഡ് മൂല്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ മൊത്തം SUV സെയിൽസിന്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ EVകളാണ്. അവർ എത്ര വേഗത്തിൽ വളരുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ ബാറ്ററികളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നല്ല വാറണ്ടികൾ കൊടുത്ത് അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. സുരക്ഷയെ പറ്റി പേടിയുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ
അതിജീവിക്കുന്ന ബാറ്ററി പാക്കുകൾ അവർ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. മഹീന്ദ്രയുടെ ശക്തി അവരുടെ പാരമ്പര്യം തന്നെയാണ്. അവർക്ക് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇന്ത്യയുടെ എല്ലാ മൂലയിലും എത്തുന്ന സപ്ലൈ ചെയിൻ ഉണ്ട്, പിന്നെ കരുത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ബ്രാൻഡ് നെയിമും. ഈ പാരമ്പര്യത്തെയും ഇലക്ട്രിക് SUV-കളിലെ പുതിയ അഗ്രസീവ് ഫോക്കസിനെയും ഒരുമിപ്പിച്ച് അവർ കളിയിൽ വളരെ ശക്തരായിട്ട് മുന്നോട്ട് വരികയാണ്. മൂന്നാമതായിട്ട് TVS മോട്ടോർ കമ്പനി ഇരുചക്ര വാഹനങ്ങളിലെ ചാമ്പ്യനായിട്ട് മുന്നോട്ട് വരികയാണ്. എന്നാൽ കാറുകളുടെ ഈ മത്സരം ടൂ വീലർ സെഗ്മെന്റിലെ വലിയ യുദ്ധം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ EV മാർക്കറ്റിലാണ് ശരിക്കുമുള്ള കളി നടക്കുന്നത്. 2030 ടൂ വീലറുകളുടെ ഇലക്ട്രിഫിക്കേഷൻ കൂട്ടാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഈ കോമ്പറ്റീഷൻ കൂടിയ ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള TVS മോട്ടോർ കമ്പനി അനുഭവം തന്നെയാണ് ഏറ്റവും വലുത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹീറോ TVS iQube ആണ് ഒരു വലിയ പ്രൊഡക്റ്റ്. കാണാൻ അത്ര ഗ്ലാമർ ഒന്നുമില്ലെങ്കിലും നിശബ്ദമായിട്ടുള്ള സെയിൽസ് ചാർട്ടുകളിൽ കയറിപ്പറ്റി മാർക്കറ്റുകളിലെ ഒരു പ്രധാന പ്ലെയർ ആയിട്ട് മാറുകയാണ്. പല സ്റ്റാർട്ടപ്പുകളും പെർഫോമൻസുകളിൽ ശ്രദ്ധിച്ചപ്പോൾ TVS വേറൊരു വഴി തിരഞ്ഞെടുക്കുകയാണ്. വിശ്വസ്തത, പ്രാക്ടിക്കാലിറ്റി, പിന്നെ ഒരു വലിയ ബ്രാൻഡിന്റെ കൂടെ വരുന്ന മനസ്സമാധാനം. അപ്പോൾ അത് ക്ലിക്ക് ആവുകയും ചെയ്തു. 2025 അവസാനത്തോടെ TVS iQube-ന് റെക്കോർഡ് സെയിൽസ് വരികയുണ്ടായി. ഏകദേശം 35,000 യൂണിറ്റുകൾക്ക് മുകളിൽ വരെ അവർക്ക് വിറ്റുപോകാൻ കഴിഞ്ഞു. അതിന്റെ വാർഷിക വളർച്ച വളരെ വലുതായിട്ട് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ഇന്ത്യൻ ഫാമിലിയെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു സ്ട്രാറ്റജിക് നീക്കമായിരുന്നു അവരുടേത്. ലോങ് ടൈം ഓണർഷിപ്പും സർവീസ് ലഭ്യതയും നോക്കുന്ന ഒരു മാർക്കറ്റിൽ iQube ഒരു വിശ്വസിക്കാവുന്ന സ്മാർട്ട് ചോയ്സ് ആയിട്ട് മാറുകയും ചെയ്തു. കമ്പനിയുടെ സ്കൂട്ടർ സെയിൽസ് വളർച്ചയിൽ iQube ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചില കോമ്പറ്റേറ്റേഴ്സ് വിശ്വസ്തയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ TVS അവരുടെ വലിയ സർവീസ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. സാധാരണക്കാരന്റെ ആവശ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ടൂ വീലർ EV രംഗത്ത് TVS ഒരു ചാമ്പ്യൻ ആയിട്ട് മുന്നിൽ നിൽക്കുകയാണ്. നാലാമതായിട്ട് ഒലക്ട്ര ഗ്രീൻ ടെക് നിശബ്ദരായിട്ട് വിജയിക്കുകയാണ്. നമ്മൾ രാജാവിനെയും ചലഞ്ചറിനെയും ടൂ വീലർ ചാമ്പ്യനെയും ഒക്കെ സംസാരിച്ചു. നമ്മുടെ നാലാമത്തെ കമ്പനി പ്രവർത്തിക്കുന്നത് മിക്കവാറും ദിവസവും കാണുന്ന എന്നാൽ അധികം ചിന്തിക്കാത്ത ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡീപ്പ് അനാലിസിസുകൾക്ക് ഇടയ്ക്കിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മുടെ നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഈ പ്ലെയർ ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത പേര് തന്നെയാണ് ഒലക്ട്ര ഗ്രീൻ ടെക്. മറ്റുള്ളവർ പേഴ്സണൽ വെഹിക്കിൾ മാർക്കറ്റിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഒലക്ട്ര മറ്റൊരു മാർക്കറ്റ് പിടിക്കാനായിരുന്നു ശ്രമിക്കുന്നത്, ഇലക്ട്രിക് ബസ്സുകൾ. EV വിപ്ലവത്തിന്റെ B2B അതായത് ബിസിനസ് ടു ബിസിനസ് സൈഡായിട്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത്. PM ഇ-ബസ് സേവ പോലെയുള്ള സ്കീമുകളുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷനുകൾക്ക് ഈ ബസ്സുകൾ വാങ്ങാൻ ഫണ്ട് കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഇലക്ട്രിക് ആക്കാൻ വലിയ പുഷ് നൽകുന്നുണ്ട്. ഇവിടെയാണ് ഒലക്ട്ര ശരിക്കും നേട്ടമുണ്ടാക്കിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 25% മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയിലെ ഇ-ബസ് മാർക്കറ്റിന്റെ ലീഡിംഗ് പ്ലെയർ ആയിട്ട് ഒലക്ട്ര എത്തുകയുണ്ടായി. സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ നിന്ന് വലിയ ലോങ് ടൈം കോൺട്രാക്ടുകൾ ഉറപ്പിക്കുന്നതിലാണ് അവരുടെ സ്ട്രാറ്റജി. ഇത് അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉറപ്പ് നൽകുന്നു. 2025 തുടക്കത്തിൽ 10,000-ലധികം ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു വലിയ ഓർഡർ ബുക്ക് ഒലക്ട്ര റിപ്പോർട്ട് ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന കോൺട്രാക്ട് ഡെലിവറി ഡെഡ്ലൈൻ തെറ്റിയതുകൊണ്ട് ക്യാൻസൽ ആയതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. കമ്പനി പുതിയതും വലുതുമായിട്ടുള്ള ഓർഡറുകൾ നേടുന്നത് തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് നേരിടാനായിട്ട് ഹൈദരാബാദിലെ അവരുടെ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് അവർ വികസിപ്പിക്കുന്നുണ്ട്. ഒലക്ട്രയുടെ പ്രധാന അഡ്വാൻറ്റേജ് അവരുടെ ഈ ഫീൽഡിലെ എക്സ്പീരിയൻസും ഗ്ലോബൽ EV ഭീമനായിട്ടുള്ള BYD-യുമായിട്ടുള്ള ടെക്നിക്കൽ പാർട്ണർഷിപ്പാണ്. ഇത് 2030 വരെ നീട്ടിയിട്ടുണ്ട്. ഈ പാർട്ണർഷിപ്പ് പ്രൊഡക്ട് ഡെവലപ്മെന്റും ടെക്നോളജിയും അവർ വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ കാണേണ്ടത്? കാരണം ഒരു ബസ് ഇലക്ട്രിക് ആക്കുന്നത് ഡസൻ കണക്കിന് കാറുകൾ ഇലക്ട്രിക് ആക്കുന്നതിന്റെ അത്രയും തന്നെ പാരിസ്ഥിതിക സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നഗരങ്ങളെ കൂടുതൽ ശാന്തവും ക്ലീനും ആക്കുന്നതിലൂടെ ഒലക്ട്ര ഒരു പ്രധാന പങ്ക് വഹിക്കും. തീർച്ചയായിട്ടും അതിലൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പൊസിഷൻ അവർ ഉറപ്പാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ EV മാർക്കറ്റ് എല്ലാവർക്കുമായിട്ട് തുറന്നു വെച്ച ഒന്നല്ല, ഒരു സ്ട്രാറ്റജിക് ഗെയിം ആണ്. ഇവിടെ 4 പ്രധാന പ്ലെയേഴ്സ് ആണ് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ടാറ്റ മോട്ടോഴ്സ് ആദ്യം വന്ന രാജാവാണ്. പുതിയ മോഡലുകളുമായിട്ട് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. രണ്ടാമത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഉറക്കമുണർന്ന് വലിയ ലക്ഷ്യങ്ങളുമായിട്ട് വരുന്നു SUV ഭീമൻ. മൂന്നാമത് TVS വിശ്വസ്യത കൊണ്ടും ടൂ വീലർ മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന ചാമ്പ്യനാണ്. അവസാനം ഒലക്ട്ര ഗ്രീൻ ടെക് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന വലിയ സെക്ടർ കീഴടക്കാൻ ശ്രമിക്കുന്നു. മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമല്ല. രാജ്യം മുഴുവൻ ഒരു ചാർജിംഗ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നത് ഇപ്പോഴും വലിയൊരു ടാസ്ക് ആണ്. കോമ്പറ്റീഷൻ ഇനിയും കടുപ്പമാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇലക്ട്രിക് വിപ്ലവം ഇവിടെയുണ്ട്. ഈ 4 കമ്പനികളും അതിൽ വെറുതെ പങ്കെടുക്കുകയല്ല, അവർ അതിനെ നയിക്കുകയാണ്. ഇന്ത്യയുടെ ഇലക്ട്രിക് ഭാവിയെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഡീപ് ഡൈവ് അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.